യുദ്ധത്തിൽ തകർന്ന യുക്രൈൻ ഇന്ന് ഗൾഫ് രാജ്യങ്ങൾക്ക് സഹായമായി മാറുകയാണ്. ഒരിക്കൽ ലോകത്തോട് ആയുധങ്ങളും സഹായവും അഭ്യർത്ഥിച്ചിരുന്ന രാജ്യം ഇപ്പോൾ ഡ്രോൺ പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ നിർണായക പങ്കാളിയായി ഉയർന്നുവരുന്നു. 2022 ആദ്യമായി ഷാഹിദ് ഡ്രോണുകൾ യുദ്ധഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവയെ തടയാൻ യുക്രൈനിന് വളരെ കുറച്ച് വഴികളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് സ്ഥിതി പൂർണ്ണമായി മാറിയിരിക്കുന്നു. ഈ ശീതകാലത്ത് മാത്രം റഷ്യ 19,000-ത്തിലധികം ഡ്രോണുകൾ യുക്രൈനിലേക്ക് അയച്ചു. അത്രയും വലിയ ആക്രമണങ്ങളെ നേരിട്ട അനുഭവമാണ് ഇന്ന് യുക്രൈന്റെ ഏറ്റവും വലിയ ശക്തി. യുക്രൈന്റെ ചെറിയ ഡ്രോൺ ടീമുകൾ ഇവയെ വായുവിൽ തന്നെ തടഞ്ഞു വീഴ്ത്തുകയാണ്. അതും സ്ഥിരമായി പുതുക്കിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ. ഇന്നലെ നേരിട്ട ആക്രമണത്തിൽ നിന്ന് കിട്ടിയ പാഠം ഇന്ന് തന്നെ പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റായി മാറുന്നു. പുതിയ ആക്രമണ രീതികൾക്ക് ദിവസങ്ങൾക്കകം പുതിയ മറുപടി ഒരുക്കുന്നു. ഇതാണ് യുക്രൈന്റെ വലിയ ശക്തി. വലിയ പ്രതിരോധ കമ്പനികളല്ല, യുദ്ധഭൂമിയിലെ ചെറിയ ടീമുകളും സ്റ്റാർട്ടപ്പുകളും തന്നെയാണ് ഇവിടെ പുതിയ സാങ്കേതിക വിദ്യകൾ സൃഷ്ടിക്കുന്നത്. മുന്നണി പോരാട്ടം തന്നെയാണ് അവരുടെ ലാബ്. അവിടെ ഉണ്ടാക്കുന്ന സാങ്കേതിക വിദ്യ ഇപ്പോൾ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. ഇതിനാലാണ് സൗദി, ഖത്തർ, UAE പോലുള്ള ഗൾഫ് രാജ്യങ്ങൾ യുക്രൈന്റെ അനുഭവത്തോടും സാങ്കേതിക വിദ്യയോടും സഹകരണം ശക്തമാക്കുന്നത്. 10 വർഷത്തെ പ്രതിരോധ പങ്കാളിത്ത കരാറുകൾ, സംയുക്ത ആയുധ നിർമ്മാണം, സാങ്കേതിക പങ്കാളിത്തം എന്നിവ ഇതിന്റെ ഭാഗമാണ്. ഇന്ന് യുക്രൈൻ സഹായം തേടുന്ന രാജ്യം മാത്രമല്ല, യുദ്ധഭൂമിയിൽ നിന്ന് പിറന്ന സാങ്കേതിക വിദ്യയിലൂടെ മറ്റു രാജ്യങ്ങൾക്ക് സുരക്ഷാ സഹായം നൽകുന്ന പങ്കാളിയായി മാറിയിരിക്കുകയാണ്.